എക്സാമിൽ ഉയർന്ന വിജയം നേടാനുള്ള 3 ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡു ലൈക്ക്, ഷെയർ, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തെ കുറിച്ചുള്ള വ്യക്തത. എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ഒരുപാട് സമയം പഠനത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടും എഫക്റ്റീവ്നെസ് ഈസ് 0. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അതായത് give you a clarity to what you are doing. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പഠിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന പാഠങ്ങളിൽ ഇന്ന ഭാഗങ്ങൾ കവർ ചെയ്യും, അത് ഞാൻ പഠിച്ചെഴുന്നേൽക്കുന്ന സമയത്ത് കവർ ചെയ്തോ, ഞാൻ പഠിച്ചോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം, ആ ഒരു ബാധ്യത കൂടി നിങ്ങളിലുണ്ട്. അത് ചെയ്തതിനു ശേഷം, അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പഠിച്ച് എഴുന്നേൽക്കുക. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ കാര്യം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എക്സാമിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. സോഷ്യൽ സയൻസ്, മാത്സ്, അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങൾ. ഇതിലൊക്കെ എന്താണ്, ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, കോഴ്സുകളുണ്ട്, ഇയേഴ്സും അതിൽ നടന്നിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്താക്കും, മനഃപാഠമാക്കി പഠിക്കും. മനഃപാഠമാക്കി പഠിച്ചാലുള്ള ബുദ്ധിമുട്ട് അറിയാലോ. ഏതെങ്കിലും ഒരു വാക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയും. അതിന് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ അതൊക്കെ ഓർമ്മിക്കാം? അതിനാണ് സ്റ്റിക്കി നോട്ട്സ് പോലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിലോ ചാർട്ടിലോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഇയേഴ്സ്, കോഴ്സുകളൊക്കെ നമ്മൾ ഡെയിലി കാണുന്ന ഒരു പ്രതലത്തിൽ, ഇവൻ നമ്മൾക്ക് ഒരു കണ്ണാടിയിൽ പോലും ഒട്ടിച്ചു വെക്കാം. ഇത് നമ്മൾ ദിനം പ്രതി കണ്ട് നമ്മൾ പോലും അറിയാം, അതങ്ങ് മനസ്സിൽ പറയും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ? നമ്മളിങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ തലയൊക്കെ ചൂടായി നിൽക്കുന്ന സമയത്ത് നല്ല ക്ലാസിക് സോങ്സ് കേൾക്കുക. ഇത് നമ്മുടെ മൈൻഡിനെ കാമാക്കും. അങ്ങനെ വീണ്ടും പഠിക്കാനുള്ള ഒരു ഉന്മേഷം ആ പാട്ടുകൾ നമ്മൾ ജനിപ്പിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുമെന്ന് വിചാരിക്കുന്നു. ഗുഡ് ലക്ക് ഗൈസ്.